എല്ലാവർക്കും സുഖല്ലേ? സോ ഈ വീഡിയോ എടുക്കുന്നത് 25th ഡിസംബർ. ഇപ്പോൾ രാത്രി ഒരു 10:45 ആയി, 10:45 ഒക്കെ ആയി, 10:45 കഴിഞ്ഞു തോന്നുന്നു. സോ നമ്മൾ പെട്ടെന്നല്ല, കുറച്ച് ദിവസമായി നമുക്ക് എവിടെയെങ്കിലും ന്യൂ ഇയർ ആവാനായില്ലേ, എവിടെയെങ്കിലും പോണ്ടേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇൻ്റർനാഷണൽ നോക്കാൻ പറ്റില്ല, മുടിഞ്ഞ വില. അപ്പോൾ നമ്മൾ വിചാരിച്ചു ലോക്കൽ എവിടെയെങ്കിലും പോവാന്ന്. സോ അത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വിചാരിച്ചു ശരി എന്നാൽ എവിടെയും പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം, അങ്ങനെ എൻജോയ് ചെയ്യാം നമ്മൾ ന്യൂ ഇയർ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പ്ലാൻ മൊത്തം മാറ്റി ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ തീരുമാനിച്ചു നമ്മൾ പോണ്ടിച്ചേരി പോവാമെന്ന്. സോ ബഡ്ജറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഇല്ല. സോ ദിസ് ഇസ് എ ബഡ്ജറ്റ് ഇല്ലാത്ത ബഡ്ജറ്റഡ് ഹോളിഡേ. സോ ആകെ 1 നൈറ്റ് 2 ഡേയ്സ് അങ്ങനെയുള്ള 1 നൈറ്റ് സ്റ്റേ മാത്രമേ ഉള്ളൂ. സോ വെറുതെ പോവുക, റിലാക്സ് ചെയ്യുക, ഒരു സ്റ്റേക്കേഷൻ, 1 ഡേ സ്റ്റേക്കേഷൻ മാതിരി. സോ പോവുക, റിലാക്സ് ചെയ്യുക, ബീച്ചിലൊക്കെ പോയി ഒന്ന് കറങ്ങി കളിക്കുക, ഇതൊക്കെയാണ് നമ്മളുടെ ഒരു പ്ലാന്. എന്നിട്ട് തിരിച്ചു വരിക. സോ ഡ്രൈവ് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മളെ ഫ്രണ്ടിൻ്റെ ഫാമിലി ഉണ്ട്. സോ 2 പേരും കൂടിയിട്ട് പോവാണ്. സോ വെൽക്കം ടു എ പോണ്ടിച്ചേരി വ്ളോഗ്. സോ അങ്ങനെ നമ്മൾ ട്രിപ്പ് ടു പോണ്ടിച്ചേരി തുടങ്ങിയിട്ടോ. ബാംഗ്ലൂർ ക്ലൈമറ്റ് ഇപ്പോൾ നല്ല തണുപ്പാണ്. സോ ട്രാവൽ ചെയ്യാനും നല്ല രസമാണ് രാവിലെ. സോ നമ്മളൊരു 5 മണിക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ്. ബട്ട് ആസ് യൂഷ്വൽ ഞാൻ ലേറ്റായി. നമ്മളൊരു 5:45 ആകുമ്പോഴാണ് ഇറങ്ങിയത്. ഈ ഒരു പാർട്ട് എടുത്തത് ക്ലൈമറ്റ് കാണിക്കാനും പിന്നെ നമ്മൾ ഉദിച്ചു വരുന്ന സൂര്യനെ കാണിക്കാനും കേട്ടോ. നമ്മൾ ഫസ്റ്റ് സ്റ്റോപ്പ് ഭക്ഷണം കഴിക്കാനായിരുന്നു. രാവിലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതൊരു പുതിയ റെസ്റ്റോറൻറ്റാണ് തോന്നുന്നു. സോ അങ്ങനെ പുതിയ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്കെന്ന് ഇവിടെ കയറാമെന്ന്. അങ്ങനെ കയറിയതാണ്. സോ ഓർഡർ ചെയ്തത് സാധാ പോലെ മസാല ദോശ, പൂരി, ഇഡ്ഡലി, ഗീ റോസ്റ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ബില്ല് വന്നപ്പോൾ നമ്മളൊന്ന് ഞെട്ടി. സോ രാവിലെ തന്നെ നമ്മൾ ഒരു എക്സ്പെൻസീവ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ട്രിപ്പ് തുടങ്ങുന്നത്. നമ്മുടെ ഐറ്റിനറിയിൽ വെറും പോണ്ടിച്ചേരി മാത്രമേ ഉള്ളായിരുന്നു. അവിടെ പോയി ടൈം സ്പെൻഡ് ചെയ്യുക, ഒരു ദിവസം റിലാക്സ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ നടക്കുന്ന നമ്മൾ തിരുവണ്ണാമലൈ അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ വിചാരിച്ച പോലെയല്ല അവിടുത്തെ തിരക്ക്, ജനത്തിരക്കായിരുന്നു അവിടെ. പിന്നെ അത്രയും ക്യൂവിൽ നിന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്നൊന്നും നമ്മൾ പോണ്ടിച്ചേരി എത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ അവിടെ എത്തിയിട്ട് കയറാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ അവിടുന്ന് എന്തെങ്കിലും ഓർമ്മക്കായിട്ട് മേടിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഗോപുരം മേടിച്ചു കേട്ടോ. ശരിക്കും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് 1 മണി 2 മണിയാറ്റം കഴിഞ്ഞിരുന്നു. അപ്പം നേരിട്ട് ലഞ്ച് കഴിക്കണമായിരുന്നു. സോ ലഞ്ച് കഴിക്കുന്നത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഒരു 5:30-5:45 ആകുമ്പോൾ തോന്നുന്നു പോണ്ടിച്ചേരി എത്തിയത്. അതിൻ്റെ നടുക്കുന്നുണ്ടായൊരു സംഭവമാണ്. നമ്മൾ തലേ ദിവസമാണ് ബുക്ക് ചെയ്തത് ഹോട്ടലിന്. അപ്പോൾ പോകുന്ന വഴിക്ക് വിളിച്ച് ചോദിച്ചപ്പം അവർ പറഞ്ഞു ബുക്കിംഗ് ക്യാൻസലായിപ്പോയി എന്ന്. മേ ബി പൈസ കൊടുക്കാതെ ബുക്ക് ചെയ്തുകൊണ്ടായിരിക്കണം. 2 മണിക്കൂർ കൊണ്ട് നമ്മളിനി പോണ്ടിച്ചേരി എത്തും, അവിടെ എത്തിക്കഴിഞ്ഞാൽ റൂമും ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയായി. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് നമുക്ക് പറ്റുന്ന ഹോട്ടലിലൊക്കെ വിളിച്ച് ചോദിച്ചു. പിന്നെ ആ ന്യൂ ഇയർ, ആ ക്രിസ്മസ് കഴിഞ്ഞ ദിവസമല്ലേ, പിന്നെ ന്യൂ ഇയർ വരാൻ പോകുന്ന സമയം. അപ്പോൾ പിന്നെ എല്ലാ സ്ഥലത്തും നല്ല കോസ്റ്റ്ലിയാണ്, എന്നാൽ എല്ലാം ബുക്കും ആയിപ്പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അങ്ങനെ അവസാനം കിട്ടിയൊരു ഹോട്ടലായിരുന്നു ഇത് കേട്ടോ. പക്ഷെ അത് നല്ലൊരു ഹോട്ടലായിരുന്നു. ഒരു പാലസ് ലുക്ക്, ഒരു പഴയൊരു പാലസ് ലുക്ക് പോലെ. പിന്നെ നമ്മൾ അധികം ടൈമൊന്നും വേസ്റ്റ് ചെയ്തില്ല. നമ്മൾ വേഗം റെഡിയായി. അറ്റ്ലീസ്റ്റ് രാത്രി കുറച്ച് ടൈം പുറത്തുനിന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റെഡിയായിട്ട് ഇറങ്ങി. ശരിക്കും പോണ്ടിച്ചേരി എത്തിയിട്ട് എന്ത് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ അടുത്ത് വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ വരുന്ന വഴിക്കാണ് നമ്മൾ 2-3 സ്ഥലങ്ങൾ കണ്ടുപിടിച്ചത്. എന്നാൽ ഇവിടെ പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടുപിടിച്ച ഫസ്റ്റ് സ്ഥലമാണ് ഫ്രഞ്ച് സ്ട്രീറ്റിലെ ബേക്കർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഒരു സ്വീറ്റ്സ് കട. സ്വീറ്റല്ല, ബ്രെഡ് ഷോപ്പ് അങ്ങനെയും പറയാം. അപ്പോൾ ആദ്യം അവിടെ കയറി നമ്മളതൊക്കെ കഴിച്ചു, അതൊക്കെ ടേസ്റ്റ് ചെയ്ത് ഒരു ബീച്ച് വ്യൂ ഒക്കെ എടുത്ത് ബീച്ചിൽ കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ അടുത്തുള്ളൊരു ക്രാഫ്റ്റ് ഷോപ്പിൽ പോലെ കയറി. എന്നിട്ട് അവിടെ ഇങ്ങനെ വെറുതെ നോക്കി. അവിടെ ഒന്നും മേടിക്കാൻ പറ്റില്ലായിരുന്നു, നല്ല വിലയായിരുന്നു. അവിടെ ലെതർ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടെങ്കിലും അവിടുത്തെ വില ഭയങ്കരമായിരുന്നു. സോ നമ്മൾ അങ്ങനെയൊന്നും മേടിച്ചില്ല. പിന്നെ എന്തായാലും എനിക്ക് തോന്നി ഇനി അടുത്ത പോകുന്ന സ്ഥലത്ത് സോവനിയർ പോലെ ഒന്നും കിട്ടുന്നുണ്ടാവില്ല, അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാമെന്ന്. ശരിക്കും ലൈഫിൽ ഏറ്റവും വലിയ ടെൻഷൻ ആ സോവനിയർ എടുക്കുമ്പോൾ കേട്ടോ. കുറേ സോവനിയേഴ്സ് ഉണ്ടാവും, അതിലേതെടുക്കണം എന്നുള്ളൊരു ഡൗട്ടായിരിക്കും.
പിന്നെ അവിടെ കുറേ നേരം ചുറ്റിക്കളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഡിന്നർ ടൈം ആയിരുന്നു. പിന്നെ എല്ലാവർക്കും പാസ്ത, ബർഗർ അങ്ങനെയൊക്കെയായിരുന്നു കഴിക്കേണ്ടത്. ബർഗർ കിട്ടിയില്ല, പക്ഷേങ്കിൽ പാസ്ത ആൻഡ് ഫ്രഞ്ച് ഫ്രൈസ് കിട്ടി. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് കുട്ടികൾ കഴിച്ചു, നമ്മൾ പാസ്ത കഴിച്ചു. പാസ്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ കൊടുത്ത കാശിന് ക്വാണ്ടിറ്റി ഇല്ലായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം അവിടെ ഉണ്ടായിട്ടോ നമ്മൾ പിന്നെ റൂമിൽ വന്ന് കുറേ നേരം സംസാരിച്ചു. അതിന് ശേഷം പിന്നെ അടുത്ത ദിവസം രാവിലെ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ എത്ര ലേറ്റായി കിടന്നാലും കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ആദ്യം പൊന്തി എണീക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മൾ അടുത്ത പ്ലാന് ബീച്ചിൽ പോകാനായിരുന്നു. ഇനിയിപ്പോൾ ഡ്രസ്സൊന്നും മാറ്റണ്ട, ഇട്ടത് തന്നെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ ബീച്ചിൽ പൈജാമ പാർട്ടി നടത്തി. തലേ ദിവസം രാത്രി ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് നമ്മൾ അങ്ങ് ഇറങ്ങി. എന്തായാലും നനയാൻ പോവുമല്ലേ, അപ്പോൾ പിന്നെ ഇനിയൊരു ഡ്രസ്സ് വെറുതെ വൃത്തിയേടാക്കണ്ടെന്ന് വിചാരിച്ചു. സോ അങ്ങനെ നമ്മൾ കുറേ നേരം ബീച്ചിൽ എൻജോയ് ചെയ്തു. ഇതായിരുന്നു ആക്ച്വലി പോണ്ടിച്ചേരിൻ്റെ നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ബാംഗ്ലൂരിലേക്ക് വിട്ടു. നമ്മളെക്കാട്ടും കുട്ടികൾ നല്ലോണം എൻജോയ് ചെയ്തു. അതായിരുന്നു നമുക്കും വേണ്ടത്. സോ ഇത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് ന്യൂ ഇയറിൻ്റെ മുന്നേ ഒരു ചെറിയ സ്റ്റേക്കേഷൻ. അപ്പോൾ ബൈ.